Hello everyone, welcome to iPlus Training Solutions. HSST പരീക്ഷ വരികയാണല്ലേ. അപ്പോൾ HSST പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നതാണ് നല്ല കുറച്ച് ചോദ്യങ്ങൾ. പ്രിപ്പറേഷൻ ഏറ്റവും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻസ് ആയിട്ട് തന്നെ പാർട്ടുകളായിട്ട് തന്നെ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ. Who coined the term generative grammar associated with the theory of language acquisition? Language acquisitionുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് അല്ലേ. ഇത് കോയിൻ ചെയ്തത് ആരാണ്? ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന തിയറിയൊക്കെ കൊണ്ടുവന്നിട്ട് അതിന് ആ പേരൊക്കെ പരാമർശിച്ചത് അല്ലെങ്കിൽ ആ പേരൊക്കെ മെൻഷൻ ചെയ്തത് ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസിൽ ഫെർഡിനാൻഡ് ഡി സെഷൂർ ഉണ്ട്, നോം ചോംസ്കി ഉണ്ട്, ലിയോനാർഡ് ബ്ലൂംഫീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോമൻ ജക്കോബ്സൺ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ചോംസ്കി ആണ് കേട്ടോ. അപ്പം ഹൂ കോയിൻഡ് ദ ടേം ജനറേറ്റീവ് ഗ്രാമർ അസോസിയേറ്റഡ് വിത്ത് ദ തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ? ലാംഗ്വേജ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന തിയറിയും ആ ഒരു പേരും ഒക്കെ കോയിൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് നോം ചോംസ്കി ആണ്. നോം ചോംസ്കി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ചോംസ്കി കുറെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നിട്ടുണ്ട് കേട്ടോ. ലാഡ് എന്താന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഈ ലാഡ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് കുട്ടികളുടെ ചെറുപ്രായത്തിലാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും ചെറിയ പ്രായത്തിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, കൊച്ചുകുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ലാഡ് ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ സഷൂർ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് അടക്കമുള്ള ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലൂംഫീൽഡ് നല്ല കുറച്ച് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ജക്കോബ്സണും അത്തരത്തിൽ പോപ്പുലർ ആയിട്ട് തന്നെയുള്ള ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് വൺ, ഇൻ ലിറ്റററി തിയറി വിച്ച് ഓഫ് ദ ഫ്ലോവിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ? ഓക്കെ, അപ്പം ലിറ്റററി തിയറി എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ? ഓക്കെ, ഡീപ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്? സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, പോസ്റ്റ് സ്ട്രക്ചറലിസം. ഓക്കെ, അപ്പൊ ലിറ്റററി തിയറി എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡീപ് സ്ട്രക്ചർ ആൻഡ് സർഫസ് സ്ട്രക്ചർ? ഡീപ് സ്ട്രക്ചറുമായിട്ടും സർഫസ് സ്ട്രക്ചറുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്? സ്ട്രക്ചറലിസം ആണോ, സൈക്കോ അനാലിസിസ് ആണോ, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആണോ, പോസ്റ്റ് സ്ട്രക്ചറലിസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TGG എന്നറിയപ്പെടുന്ന ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആണ് സർഫസ് സ്ട്രക്ചർ, ഡീപ് സ്ട്രക്ചർ എന്നൊക്കെയുള്ള ഐഡിയാസിൽ വരുന്നത്. മീനിങ് മനസ്സിലാക്കാനും നമ്മളിങ്ങനെ രണ്ട് രീതിയിൽ എടുക്കാറുണ്ട്. സർഫസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് ലെവൽ മീനിങ്, ഒറ്റ നോട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മീനിങ്ങുകളായിരിക്കും. ഡീപ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഉള്ള ഒരു അന്വേഷണം നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, which 18th century novel by Henry Fielding is known as a comic epic in prose? Okay, ചോദ്യം ശ്രദ്ധിക്കാം. which 18th century novel by Henry Fielding is known as a comic epic in prose? Okay, പ്രോസ് രീതിയിലുള്ള ഒരു കോമിക് എപ്പിക് എന്നറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള 18th സെഞ്ചുറി നോവൽ, ഫീൽഡിങ്ങിന്റെ നോവൽ ഏതാണ്? ഓക്കെ, അതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, കോമിക് എപ്പിക് ഇൻ പ്രോസ്. ഓക്കെ, ഓപ്ഷൻസിൽ ജോസഫ് ആൻഡ്രൂസ് ഉണ്ട്, അമീലിയ, ടോം ജോൺസ്, അതുപോലെ തന്നെ ജോനതൻ വൈൽഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം ഈ പെർട്ടിക്കുലർ നോവല് എഴുതിയത് ഫീൽഡിംഗ് ആണ്. അപ്പൊ ഫീൽഡിങ്ങിന്റെ നോവലേ ഇതിനകത്ത് ഉത്തരവായിട്ട് വരുത്തുള്ളൂ, അത് നമുക്ക് ഷുവർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോവൽ അറിയപ്പെടുന്നത് കോമിക് എപ്പിക് ഇൻ പ്രോസ് എന്നും കൂടെയാണ്. ആൻസർ വരുന്നത് ടോം ജോൺസ് ആണ് കേട്ടോ. ടോം ജോൺസ് എന്ന ഫീൽഡിംഗ് നോവലാണ് ശരിക്കും കോമിക് എപ്പിക് ഇൻ പ്രോസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അടുത്ത നമ്മുടെ 4ാമത്തെ ചോദ്യമാണ് ഡെറിവേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്. ഓക്കെ, അതായത് വേർഡ് ഫോർമേഷനകത്ത് വരുന്ന മെത്തേഡുകളാണ് ഈ പറയുന്ന ഡെറിവേഷന്, കോമ്പൗണ്ടിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ് ഫോർമേഷൻ ആണ്. നോക്കി, ഡെറിവേഷനും കോമ്പൗണ്ടിങ്ങും ടേംസ് ആണ് പ്രൈമറിലി റിലേറ്റഡ് ടു വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്? അതായത് ലിംഗ്വിസ്റ്റിക്സിന്റെ ഏത് ബ്രാഞ്ചുമായിട്ട് റിലേറ്റഡ് ആണ് ഡെറിവേഷനും അതുപോലെ തന്നെ കോമ്പൗണ്ടിങ്ങും? ഫോണോളജി, സിൻടാക്സ്, സെമാന്റിക്സ്, മോർഫോളജി. ഓക്കെ, ഓപ്ഷൻസ് നോക്കി. ഡെറിവേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് ആർ ടേംസ് പ്രൈമറിലി റിലേറ്റഡ് ടു വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്? നമുക്ക് ഫോണോളജി, സിൻടാക്സ്, സെമാന്റിക്സ്, മോർഫോളജി 4 എണ്ണം വരുന്നുണ്ട്. ഇതിനകത്ത് ആൻസർ വരുന്നത് മോർഫോളജി ആണ് കേട്ടോ. മോർഫോളജി, അതായത് ഇപ്പം മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. ഫോണീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ്. ഫോണോളജിയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ വേർഡ്സിനെ കുറിച്ചുള്ള ഐഡിയാസ് എല്ലാം വരുന്നത് ഓഫ് കോഴ്സ് അത് നമ്മുടെ
എന്താണ് മോർഫോളജിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കുറെ എം തിരിച്ചിട്ട് കഴിഞ്ഞാൽ W. അപ്പൊ മോർഫോളജി വേർഡ്സിനെ കുറിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഫോണോളജി വരുന്നുണ്ട്. ഫോൺ ചെയ്യുമ്പോൾ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ, ആ ഒരു ഹിന്റ് വേണമെങ്കിൽ മനസ്സിലിട്ടിട്ട് നമുക്ക് സൗണ്ട്സിനെ കുറിച്ചുള്ളത് ഫോണോളജി ആണ് എന്ന് പറയാം. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ഓർഡർ എന്നാണ്. ഓക്കെ, എന്താണ് സിൻടാക്സ് എന്ന് ചോദിച്ചാൽ വേർഡ് ഓർഡർ. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ ക്രമീകരണമാണ്. ഇപ്പൊ നമ്മൾ സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ SVO ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറില്ലേ, അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് സെമാന്റിക്സ് വരുന്നുണ്ട്. സെമാന്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മീനിങ് ആണേ. സ്റ്റഡി ഓഫ് മീനിങ്ങിനെ നമ്മൾ സെമാന്റിക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഡെറിവേഷനും കോമ്പൗണ്ടിങ്ങും ഒക്കെ വരുന്നത് ഓഫ് കോഴ്സ് മോർഫോളജിയിലാണ്, വേർഡിന്റെ സ്റ്റഡി ബ്രാഞ്ചിലാണ്. അടുത്ത നമ്മുടെ 5ാമത്തെ ചോദ്യമാണ്. അപ്പൊ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായി നോക്കുക. മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു പ്രയോറിറ്റിയും കൂടെ കൊടുക്കുക. വിച്ച് പോം ബൈ ജോൺ ഡൺ, മെറ്റാഫിസിക്കൽ പോയിറ്റ് ആണ്, contains a famous line, for God's sake hold your tongue and let me love. Okay, അപ്പൊ മെറ്റാഫിസിക്കൽ കൺസൈറ്റ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ കവിതകളെ ഗംഭീരമാക്കുന്ന ഒരു പോയിറ്റ് തന്നെയാണ് നമ്മുടെ ജോൺ ഡൺ. അപ്പൊ ജോൺ ഡണ്ണിന്റെ ഒരു കവിതയിലെ വരിയാണ് for God's sake hold your tongue and let me love, please close your mouth, let me love you deeply. Okay, so ഇത് ഏത് ഫേമസ് ആയിട്ടുള്ള പോമിലാണ് വരുന്നത്? കാനോണൈസേഷൻ, സൺറൈസിംഗ്, ആനിവേഴ്സറി, അതുപോലെ തന്നെ ബാറ്റർ ബൈ ഹേർട്ട്. ഓക്കെ, കാനോണൈസേഷൻ, ദ സൺറൈസിംഗ്, ആനിവേഴ്സറി, ബാറ്റർ ബൈ ഹേർട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് കാനോണൈസേഷൻ ആണ് കേട്ടോ. കാനോണൈസേഷൻ എന്ന വർക്കിലാണ്. ഡണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഹോളി ആയിട്ടുള്ള പോംസും അമോറസ് സെക്ഷൽ തീമുകൾ ഡിസ്കസ് ചെയ്യുന്ന പോംസും ലിറ്ററി വർക്കും അറ്റ് ദ സെയിം ടൈം ഒരുപോലെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ള റൈറ്റർ തന്നെയാണ്. ഓക്കെ, ചില പോംസ് എടുത്തു കഴിഞ്ഞാൽ ഹോളി സോണറ്റ് കാറ്റഗറിയിലായിരിക്കും, ചിലത് പ്യോർലി സെക്ഷൽ ഡിസയർ ഡ്രൈവ് ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള വർക്കുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. അപ്പൊ HSST പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ. അപ്പൊ ഇതും കൂടെ നിങ്ങളുടെ ആ ഒരു പ്രഷ്യസ് നോളജിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഇതുവരെയുള്ള അറിവുകളിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യത്തിനും ഉത്തരം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. അപ്പൊ തന്നെ ആ മൊമെന്റിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.